നമസ്കാരം. മത്സ്യലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ഫാമിലേക്ക് നമ്മളൊരു മീനെ വാങ്ങിക്കണതാണ്. ഇതൊരു മോൺസ്റ്റർ ഫിഷാണ്. ജാഗ്വർ സിക്ലിഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ അരാപ്പൈമ അരോണ പോലെ ഒരുപാട് വലുതാവണതും അത്ര അഗ്രഷൻ കാണിക്കണ മീനൊന്നുമല്ല. എന്നാലും അത്യാവശ്യം അഗ്രസീവായിട്ട് മോൺസ്റ്റർ കാറ്റഗറിയിൽ പറയണ ഒരു മീൻ തന്നെയാണ് ജാഗ്വർ സിക്ലിഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ വാങ്ങിക്കണേ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൂടാ. അത് നമ്മൾ ഇനി പഠിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ കാരണം നമ്മൾ ഗപ്പീനിടാൻ വേണ്ടി സെറ്റ് ചെയ്ത ഒരു ബക്കറ്റിലാണ് ഇതിനിപ്പോൾ ഇടാൻ പോണത്. നമ്മൾ ആമസോൺ സോഡൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണ ഒരു ബക്കറ്റാണത്. അപ്പോൾ അതിൽ നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ആവാനായിട്ട് അതിന് നമുക്ക് ഇടാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നേരം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ജാഗ്വർ സിക്ലിഡിനെ ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാം. ഞാൻ ഈ ഫിഷിനെ എടുക്കാൻ പോയ അക്വേറിയം കടയിൽ ഒരു 3 ജാഗ്വർ സിക്ലിഡ് എടുക്കണുണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തമ്മിൽ അഗ്രഷൻ കാണിക്കണ മീനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു മീനിന് മാത്രം കാര്യമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഷൻ കാണിക്കണ ഒരു മീനായി നിൽക്കണതുകൊണ്ട് നമുക്കത് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അത് വാങ്ങിയെന്നുള്ളൂ. അപ്പോൾ നമ്മളിത് വാട്ടർ ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ടുള്ള നമ്മുടെ മീനെ നമ്മുടെ ബക്കറ്റിലേക്ക് ഇറക്കി വിടാണ്. ഇറക്കി വിട്ടതിന് ശേഷം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പുള്ളി സ്ട്രെസ്ഡ് ഒന്നല്ല, സിമ്പിളായിട്ട് നീന്തണല്ലാണ്ട്. അപ്പോൾ നമുക്ക് 1-2 ദിവസം എടുക്കും ഈ മീൻ നമുക്ക് സെറ്റാവോ, നമ്മുടെ വാട്ടർ കണ്ടീഷനായിട്ട് കൃത്യമായിട്ട് നിൽക്കുമോ എന്നൊക്കെ അറിയാനായിട്ട്. അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള ഫിഷ് തന്നെയാണ്. ഈ പീക്കോക്ക് ബാസൊക്കെ പോലെ ഒരു ലുക്കൊക്കെ കാണിക്കുന്ന മീൻ തന്നെയാണ് ഈ ജാഗ്വർ സിക്ലിഡ്. ഇതിപ്പോൾ ജാഗ്വർ സിക്ലിഡിന് വന്നതിന് ശേഷമുള്ള 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ തോട്ടിൽ നിന്ന് കുറച്ച് ചെറിയ മീനുകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തോട്ടിൽ നിന്ന് പിടിച്ച ചെറിയ മീനുകളെ ജാഗ്വർ സിക്ലിഡിന് അടുത്ത് തന്നെ ഒരു ബക്കറ്റിൽ കണ്ടീഷൻ ചെയ്ത് നമ്മൾ ഇറക്കാണ്. ഇതിപ്പോൾ ജാഗ്വർ സിക്ലിഡിനെ കൊണ്ടുവന്ന ആദ്യ ദിനം നമ്മൾ മീനെ ഫീഡൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് ഒരു മീനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ദിവസം അന്ന് ആ മീന് ഒന്നും കൊടുക്കാതിരിക്കുക. കാരണം അന്ന് കൊടുത്താലും ചില മീനുകൾ മാത്രം ആക്റ്റീവായിട്ട് സെറ്റായിട്ട് ഫുഡ് എടുക്കുള്ളൂ. ചില മീനുകൾ അത് കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യ ദിനം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആദ്യ ദിനം ഞാൻ കൊടുത്തില്ല. പിറ്റേ ദിവസം കുറച്ച് പെല്ലറ്റൊക്കെ ഇട്ട് കൊടുത്തു. 1-2 മണി പെല്ലറ്റ് കൊടുത്തു. അത് കഴിച്ചായിരുന്നു. അന്നേരം ഓവർ ഫീഡൊന്നും ചെയ്തില്ല, വേറെ ഒന്നും കൊടുത്തില്ല അന്നത്തെ ദിവസം. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് നമ്മൾ കുറച്ച് തോട്ടിലെ മീനൊക്കെ പിടിച്ചേക്കണത്. അപ്പോൾ അതൊരു അരമണിക്കൂർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് അതും ഇതേപോലെ തന്നെ ആമസോൺ സോഡൊക്കെ വെച്ചേക്കണ ഒരു ബക്കറ്റിലാണ് നമ്മൾ ഇറക്കണത്. അപ്പോൾ ഈ തോട്ടിലെ വെള്ളം അവിടെ നിന്ന് പിടിച്ച മീനായതുകൊണ്ട് കുറച്ചൊക്കെ ചത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യണത് ചത്ത മീനെ നമുക്ക് നമ്മുടെ ജാഗ്വറിന് കൊടുത്തു നോക്കാമെന്നാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ ഫീഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മീന് ഇത്തരം മോൺസ്റ്റർ ഫിഷുകൾ ഇപ്പോൾ 1-2 ദിവസം ഫീഡ് കൊടുത്തില്ലെങ്കിലും അവർക്ക് ആരോഗ്യത്തിൽ അങ്ങനെ കുറവൊന്നും സംഭവിക്കില്ല. അത്യാവശ്യം മൗത്ത് സൈസുള്ള ഫിഷാണ് ജാഗ്വർ സിക്ലിഡ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സൈസിലുള്ള മീനുകൾ ഇട്ട് കൊടുത്താലും അത് ശ്രമിച്ചുകൊണ്ട് ഇത്തിരി ശ്രമകരമാണെങ്കിലും അത് ആ മീനെ കഴിക്കും. ആ കാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അത് പരമാവധി ശ്രമിക്കുന്നുണ്ട്.
അവസാനം അതിന് കഴിക്കാൻ പറ്റണമുണ്ട്. അതിന് ആ ഫിഷിനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കാണുന്നുണ്ടോ നമ്മൾ തോട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനുകൾ, അവരിപ്പോൾ ആക്റ്റീവായിട്ട് അതിലിരിക്കുന്നുണ്ട്. എല്ലാത്തിനും ശേഷം മീനെ സേഫായിട്ട് ഇങ്ങനെ മൂടി വയ്ക്കും.